Assalamu alaikum wa rahmatullahi ta'ala wa barakatuhu. Good morning, all of my students. And nice to meet you again. Alhamdulillah. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെക്കാവിറ്റി ദ മിസ്റ്ററി കേറ്റ് എന്ന പാഠമാണ്. അതിൽ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി എടുക്കാനുണ്ട്. ആൻഡ് ഓൾസോ ദിസ് ഈസ് എ പോയം ആൻഡ് ഐ ആം ഗോയിങ് ടു മൈ ക്ലാസ്. Mecavity, there is no one like Mecavity. He is broken every human law. He breaks the law of gravity. His powers of levitation would make a fakir stare. And when you reach the sense of crime, Mecavity is not there. You may seek him in the basement. You may look up in the air. But I tell you once and once again, Mecavity is not there. Mecavity is a ginger cat. He is very tall and thin. You would know him if you saw him, for his eyes are sunken in. His brows is deeply lined with shouts. His head is highly domed. His coat is dusty from neglect. His whiskers are uncombed. His voice, his head from side to side, with movements like a snake. And when you think he is half asleep, he is always wide awake. Mecavity, there is no one like Mecavity, for he is a faint in feline shape, a monster of depravity. You may meet him in a by street, you may see him in the square, but when a crime is discovered, then Mecavity is not there. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിരസകരമായിട്ടുള്ള ഒരു പൂച്ചയെക്കുറിച്ചാണ്, അല്ലേ? പൂച്ചയുടെ പേര് മെക്കാവിറ്റി എന്നാണ്. മെക്കാവിറ്റി ദർ ഈസ് നോ വൺ ലൈക്ക് മെക്കാവിറ്റി. മെക്കാവിറ്റിയെ പോലെ ദർ ഈസ് നോ വൺ, അവിടെ ഒരാളുമില്ല, ലൈക്ക് മെക്കാവിറ്റിയെ പോലെ. ഹി ഈസ്, അവനാകുന്നു, ബ്രോക്കൻ, പൊട്ടിച്ചു കളയുന്നു, എവരി ഹ്യൂമൻ ലോ, മനുഷ്യരുടെ എല്ലാ നിയമങ്ങളെയും മെക്കാവിറ്റി പൊട്ടിച്ചു കളയുന്നു. ഹി ബ്രേക്സ് ദ ലോ ഓഫ് ഗ്രാവിറ്റി. ഹി ബ്രേക്സ്, അവൻ പൊട്ടിക്കുന്നു, ദ ലോ ഓഫ് ഗ്രാവിറ്റി, ധീരതയുടെ എല്ലാ നിയമങ്ങളും അവൻ എന്ത് ചെയ്യുന്നു? പൊട്ടിക്കുന്നു. അത്രയ്ക്ക് ധൈര്യമുള്ള ഒരു പൂച്ചയായിരുന്നു നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മെക്കാവിറ്റി. ഹിസ് പവർ ഓഫ് ലെവിറ്റേഷൻ, അവൻ്റെ ശക്തി ഓഫ് ലെവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊങ്ങിപ്പോകുന്നതിനാണ് ലെവിറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ പൊങ്ങിപ്പോകുന്നതിൻ്റെ അവൻ്റെ ശക്തി വുഡ് മേക്ക്, അതുണ്ടാക്കും, എ ഫാക്കിർ എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിന്. എ ഫാക്കിർ, ഒരു ഭിക്ഷക്കാരനെ അതുണ്ടാക്കും. സ്റ്റെയർ, തുറിച്ചു നോക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യും? ഇവനെങ്ങനെ തുറിച്ചു നോക്കും, പറന്നു പോകുന്നത്. ആൻഡ് വെൻ യു റീച്ച് ദ സീൻ ഓഫ് ക്രൈം, ആൻഡ് വെൻ, എപ്പോൾ, യു റീച്ച്, നീ എത്തുമ്പോൾ, ദ സീൻ ഓഫ് ക്രൈം, തെറ്റിൻ്റെ കാഴ്ചയിലേക്ക് നീ എത്തുമ്പോൾ, നീ കാണാൻ പോകുമ്പോൾ, ആ തെറ്റിനെ നീ പിടിക്കാൻ പോകുമ്പോൾ, Mecavity is not there. Mecavity അവിടെ ഒന്നുമില്ല, അവൻ അവിടെ പോയി. You may seek him in the basement. നീ may seek him, അവനെ തേടിയേക്കാം, അന്വേഷിച്ചേക്കാം. in the basement, കെട്ടിടത്തിൻ്റെ അടിത്തറയിൽ. You may look up in the air. നീ may look up എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. You may look up, നീ നിരീക്ഷിച്ചേക്കാം, in the air, വായുവിൽ.
ബട്ട് പക്ഷേ ഐ ടെൽ യു, ഞാൻ നിന്നോട് പറയുന്നു, വൺസ് ആൻഡ് വൺസ് അഗൈൻ, വീണ്ടും വീണ്ടും ഞാൻ നിന്നോട് പറയുന്നു, മെക്കാവിറ്റി ഈസ് നോട്ട് ദെയർ. മെക്കാവിറ്റി അവിടെ ഇല്ല. മെക്കാവിറ്റി ഈസ് എ ജിഞ്ചർ കേറ്റ്. മെക്കാവിറ്റി ഒരു ചുണക്കുട്ടനായിട്ടുള്ള, ജിഞ്ചർ എന്ന് പറഞ്ഞാണ് ചുണ അല്ലെങ്കിൽ ശൗര്യം എന്നാണ്. ജിഞ്ചർ കേറ്റ് ഒരു ചുണക്കുട്ടിയായിട്ടുള്ള ഒരു പൂച്ചയാണ് മെക്കാവിറ്റി. ഹി ഈസ് വെരി ടാൾ, വളരെ പൊക്കമുള്ള, ആൻഡ് തിൻ, തടി കുറഞ്ഞ ഒരു പൂച്ച. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ. യു വുഡ് നൗ ഹിം, നിനക്കവനെ അറിയാം. യു വുഡ് നൗ ഹിം, നീ അവനെ അറിയും. ഇഫ് യു സോ ഹിം, നീ അവനെ കാണുകയാണെങ്കിൽ നിനക്കവനെ അറിയാൻ കഴിയും. ഫോർ ഹിസ് ഐസ്, അവൻ്റെ കണ്ണുകൾ ആർ സൺകൻ ഇൻ, വളരെ ആഴത്തിൽ ആണ്ടുപോയത്. ഉള്ളിലോട്ട് കണ്ടോ, തള്ളി നിൽക്കുന്നുണ്ടോ, അതിനാണ് സൺകൻ ഇൻ എന്ന് പറയാം, ആണ്ടുപോയത്. ഹിസ് ബ്രോ, അവൻ്റെ നെറ്റി അല്ലെങ്കിൽ പുരികം. ഹിസ് ബ്രോ, അവൻ്റെ പുരികം, ഈസ് ഡീപ്ലി, വളരെ ആഴത്തിൽ, ലൈൻഡ്, വരയിടപ്പെട്ടത്, വിത്ത് തൗട്ട്, ചിന്തകൾ കൊണ്ട് വരയിടപ്പെട്ടതാണ് അവൻ്റെ നെറ്റി. ഹിസ് ഹെഡ് ഈസ് ഹൈലി ഡോംഡ്. ഹിസ് ഹെഡ്, അവൻ്റെ തല, ഈസ് ആകുന്നു, ഹൈലി, വളരെ വലുതായിട്ട്, ഡോംഡ്, ഗോപുരം പോലെ. അപ്പോൾ അവൻ്റെ തല എന്താണ്, വലിയൊരു ഗോപുരം പോലെയാണ് അവൻ്റെ തല. കണ്ടോ, ചിത്രത്തിൽ കാണുന്നുണ്ടോ? ഹിസ് കോട്ട് ഈസ് ഡസ്റ്റി ഫ്രം നെഗ്ലക്റ്റ്. ഹിസ് കോട്ട്, അവൻ്റെ കോട്ട്, അവൻ ധരിച്ചിരിക്കുന്ന കോട്ട്, ഈസ് ആകുന്നു, ഡസ്റ്റി, പൊടി പിടിച്ചത്, ഫ്രം നെഗ്ലക്റ്റ്. നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ NEGLET, നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ. അപ്പോൾ ശ്രദ്ധിക്കാതെ, അശ്രദ്ധ കാരണം പൊടി പിടിച്ചതാണ് അവൻ്റെ കോട്ട്. ഹിസ് വിസ്കേഴ്സ്, അവൻ്റെ മേൽമീശ, മീശ ഉണ്ടോ, WHISKERS എന്ന് പറഞ്ഞാൽ വിസ്കേഴ്സ്, മീശ, ആർ അൺകോംബ്ഡ്, ചീകപ്പെടാത്തത്. അൺകോംബ്ഡ് എന്ന് പറഞ്ഞാൽ ചീകാത്തത്. കോമ്പ് എന്ന് പറഞ്ഞാൽ മുടി ചീകുക, അൺകോംബ് എന്ന് പറഞ്ഞാൽ മുടി ചീകാതിരിക്കുക. UNCOMBED, അൺകോംബ്ഡ്, മുടി ചീകപ്പെടാത്തത്. ഹി സ്പോയ്സ്, അവൻ ഇളക്കുന്നു, ഹിസ് എ ഹെഡ്, അവൻ്റെ തല, ഫ്രം സൈഡ് ടു സൈഡ്, ഒരു ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തിലേക്ക്, വിച്ച് മൂവ്മെൻറ്റ്, ചലനങ്ങളോടുകൂടെ. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചലനം, ലൈക്ക് എ സ്നേക്ക്, ഒരു പാമ്പിനെ പോലെ. ആൻഡ് വെൻ യു തിങ്ക്, നീ ചിന്തിക്കുമ്പോൾ, ഹി ഈസ് ഹാഫ് അസ്ലീപ്പ്, അവൻ ഉറങ്ങുകയാണ് എന്ന് നീ ചിന്തിക്കുമ്പോൾ. അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സ്ലെപ്റ്റ്, അഥവാ ഉറങ്ങുക. അവൻ ഉറങ്ങുകയാണെന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ, ഹി ഈസ് ഓൾവേസ് വൈഡ് അവൈക്ക്. ഹി ഈസ്, അവനാകുന്നു, ഓൾവേസ്, എല്ലായ്പ്പോഴും, വൈഡ് അവൈക്ക്, വളരെ വിശാലമായിട്ട് ഉണർന്നവനായിരിക്കും. അല്ലേ, പൂച്ചയെ നമ്മൾ ഉറങ്ങുന്നത് പോലെയാണ് പൂച്ചയെ കിടക്കുന്നതെങ്കിലും നമ്മളടുത്ത് പോയാലോ ചിലപ്പോൾ ചാടി എഴുന്നേറ്റ് ഓടായിരിക്കും. മെക്കാവിറ്റി, ദർ ഈസ് നോ വൺ ലൈക്ക് മെക്കാവിറ്റി. മെക്കാവിറ്റിയെ പോലെ ഒരാളും തന്നെ ഇല്ല. ഫോർ ഹി ഈസ് എ ഫെയൻറ്റ് ഇൻ ഫെലൈൻ ഷേപ്പ്. ഹി ഈസ്, അവനാകുന്നു, എ ഫിയൻറ്റ്, ഒരു മഹാക്രൂരൻ, ഇൻ ഫെലൈൻ ഷേപ്പ്. ഫെലൈൻ എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ സ്വഭാവമുള്ള. അപ്പോൾ പൂച്ചയുടെ സ്വഭാവമുള്ള ഒരു മഹാക്രൂരൻ ആണ് ആര്, നമ്മുടെ മെക്കാവിറ്റി. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഷേപ്പ്, അതിൻ്റെ ഒരു രൂപം. എ മോൺസ്റ്റർ ഓഫ് ഡെപ്രാവിറ്റി. മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കരൻ, അതിക്രൂരൻ, വികൃത ജന്തു എന്നൊക്കെ പറയാം. MONSTER ഓഫ് ഡെപ്രാവിറ്റി, DEPRAVITY എന്ന് പറഞ്ഞാൽ മോറൽ കറപ്ഷൻ, ധാർമ്മിക അധപതനം, അഥവാ വഷളത്വം. അപ്പോൾ വഷളത്വം കൊണ്ട് ഭയങ്കരനായിരുന്നു നമ്മുടെ മെക്കാവിറ്റി. ഒരുപാട് കച്ചറകളുള്ള ഒരു ആളായിരുന്നു നമ്മുടെ മെക്കാവിറ്റി. യു മേ മീറ്റ് ഹിം, നീ അവനെ കണ്ടുമുട്ടിയേക്കാം, എന്നെ ബൈ സ്ട്രീറ്റ്, ഒരു തെരുവിൽ. യു മേ സീ ഹിം ഇൻ ദ സ്ക്വയർ. യു മേ സീ ഹിം, നീ അവനെ കാണും, ഇൻ ദ സ്ക്വയർ, നടുമുറ്റത്തിൽ.
ബട്ട് വെൻ എ ക്രൈംസ് ഡിസ്കവേർഡ്, പക്ഷേ എപ്പോഴാണോ ഒരു തെറ്റിനെ കണ്ടുപിടിക്കുന്നത്, ദെൻ Mecavity ഈസ് നോട്ട് ദെയർ. ആ സമയത്ത് Mecavity അവിടെ ഉണ്ടാവുകയില്ല. T.S. Eliot എഴുതിയ Mecavity ദ മിസ്റ്ററി കേറ്റ് എന്നുള്ള പാഠമാണ് നമ്മളിപ്പോൾ പഠിച്ച് കഴിഞ്ഞത്. അപ്പോൾ അതിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ആൻഡ് ഗ്ലോസറി, ഡിഫൈ എന്ന് പറഞ്ഞാൽ ഡിസ്ഒബൈ ഓർ റെസിസ്റ്റ് ഓപ്പൺലി, അനുസരിക്കാതിരിക്കുക എന്നുള്ള അർത്ഥത്തിന്. സ്കോട്ട്ലാൻഡ് യാർഡ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിലെ മുറ്റം, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ലണ്ടൻ പോലീസ് ഫോഴ്സ്. ഫ്ലൈയിങ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പോലീസ് ഓഫ് സോൾജേഴ്സ് റെഡി ടു മൂവ് ഇൻ ടു ആക്ഷൻ ക്വിക്ക്ലി. പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പിനാണ് ഫ്ലൈയിങ് സ്ക്വാഡ് എന്ന് പറയുക. ഇൻവിറ്റേഷൻ, ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ വിത്തൗട്ട് സപ്പോർട്ട്, അഥവാ പൊങ്ങിപ്പോവുക. ഫെയിൻഡ് എന്ന് പറഞ്ഞാൽ ഡെവിൽ, പ്രേതം, ചെകുത്താൻ, മഹാക്രൂരൻ എന്നുള്ള അർത്ഥത്തിന്. പിന്നെ ഫെലൈൻ എന്ന് പറഞ്ഞാൽ ഓർ റിലേറ്റിംഗ് ടു എ കേറ്റ്, പൂച്ചയുടെ സ്വഭാവമുള്ള, പൂച്ചയോട് ബന്ധപ്പെട്ട. ഡെപ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മോറൽ കറപ്ഷൻ, വഷളത്തരം, അഴിമതി എന്നൊക്കെ ഉള്ള അർത്ഥത്തിന്. ഇതൊക്കെ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കേണ്ട വാക്കുകളാണ്. ഗ്ലോസറിയിലുള്ള എല്ലാ വാക്കുകളും എല്ലാ പാഠത്തിലെയും നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റ് പഠിച്ചിരിക്കണം. ഗ്ലോസറി എന്നുള്ള വാക്കിൻ്റെ മീനിങ്സ് ചിലപ്പോൾ പാഠത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വർക്കിംഗ് വിത്ത് എ പോയം, അതുപോലെ തന്നെ വർക്കിംഗ് വിത്ത് എ പോയം മാത്രമേ ഉള്ളൂ. അതെന്താ ചെയ്യുക, എഴുതുക ഇൻഷാ അല്ലാഹ്. പിന്നെന്താ, പിന്നൊന്നുമില്ല. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീണ്ടും നമുക്ക് കാണാം അടുത്ത പാഠത്തിലൂടെ, അടുത്ത വിഷയത്തിലൂടെ. അസ്സലാം ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും.